ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 18-ാം ഞായർ ദിവ്യബലി മധ്യേ വായിക്കുന്ന വചനഭാഗം മത്തായി 14-ാം അധ്യായം 13 മുതൽ 21 വരെ വാക്യങ്ങൾ. ഈ വചനഭാഗത്തെ സംബന്ധിക്കുന്ന ഒരു ലഘു വ്യാഖ്യാനം നൽകുകയാണ്. യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. യേശു പ്രവർത്തിച്ച അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാൻ 3 സന്ദർഭങ്ങൾ സഹായകമാണ്. ഒന്ന്, 1-ാം നൂറ്റാണ്ടിലെ റോമൻ സാമ്രാജ്യത്തിൽ ഭക്ഷ്യ ലഭ്യത സംബന്ധിച്ച അസമത്വം പ്രകടമായിരുന്നു. അക്കാലത്തെ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നിരവധി ആളുകൾ അനുഭവിച്ചിരുന്നു. പലപ്പോഴും ഭക്ഷണത്തിനും പോഷകാഹാരത്തിനും വേണ്ടി അവർ പോരാടിയിരുന്നു. സമൃദ്ധവും ഗുണനിലവാരവുമുള്ള ഭക്ഷണം ആസ്വദിച്ചിരുന്നത് ഒരു ചെറിയ വിഭാഗം ആളുകളായിരുന്നു. അവർ വരേണ്യവർഗത്തിൻ്റെ ഭാഗവും സാമൂഹിക ഘടനയിൽ ഉയർന്ന നിലയിൽ ജീവിച്ചിരുന്നവരുമായിരുന്നു. ഏവർക്കും ശരിയായ ഭക്ഷണം ലഭ്യമാക്കുന്നതിൽ ഭരണവർഗം കാട്ടിയ അസമത്വത്തിൻ്റെയും അനീതിയുടെയും ഫലമായിട്ടാണ് അനവധി രോഗികൾ അക്കാലത്ത് ഉണ്ടായത്. 2, വിശക്കുന്നവർക്ക് അപ്പം നൽകുന്ന ദൈവഹിതം ബൈബിൾ പാരമ്പര്യത്തിലും വ്യക്തമായിരുന്നു. പുറപ്പാടിൻ്റെ വേളയിൽ ദൈവം ഇസ്രായേൽ ജനത്തെ മന്ന കൊണ്ട് തീറ്റിപ്പോറ്റിയിരുന്നു. പുറപ്പാട് 16. ഏലിയ പ്രവാചകൻ 100 മനുഷ്യരെ ഭക്ഷണം നൽകി തീറ്റിപ്പോറ്റിയിരുന്നു. 2 രാജാക്കന്മാർ 4-ാം അധ്യായം. ആടുകളെ പോറ്റുന്നതിൽ പരാജയപ്പെട്ടതിന് ഇസ്രായേലിൻ്റെ നേതാക്കന്മാരെ അഥവാ ഇടയന്മാരെ എസെക്കിയേൽ അപലപിക്കുന്നുണ്ട്. എസെക്കിയേൽ 34. വിശക്കുന്നവരുമായി അപ്പം പങ്കിടണമെന്ന ദൈവഹിതം ഏശയ്യാ പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു. ഏശയ്യാ 58. 3, എല്ലാവർക്കും സമൃദ്ധമായ ഭക്ഷണത്തിൻ്റെയും വിരുന്നിൻ്റെയും ലഭ്യത പുതുയുഗത്തിൻ്റെ രക്ഷയുടെ അടയാളമായി ബൈബിൾ ചിത്രീകരിക്കുന്നു. എസെക്കിയേൽ പ്രവാചകൻ ഈ യുഗം വിഭാവനം ചെയ്യുന്നുണ്ട്. 34-ാം അധ്യായത്തിൽ വയലിലെ വൃക്ഷങ്ങൾ ഫലം നൽകും, ഭൂമി വിളവ് തരും, അവർ തങ്ങളുടെ ദേശത്ത് സുരക്ഷിതരായിരിക്കും, തങ്ങളുടെ ദേശം പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കേണ്ടതിനും ജനതകളുടെ നിന്ദനം ഏൽക്കാതിരിക്കേണ്ടതിനും ഞാൻ അവർക്ക് സമൃദ്ധിയുടെ തോട്ടങ്ങൾ പ്രദാനം ചെയ്യും. യേശുവിൻ്റെ അപ്പം വർദ്ധിപ്പിക്കൽ അത്ഭുതം റോമാ സാമ്രാജ്യത്തിൻ്റെ അനീതിയെയും അസമത്വത്തെയും ഉയർത്തിക്കാട്ടുകയും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാനുള്ള ദൈവഹിതം നടപ്പിലാക്കുകയും ദൈവം സമൃദ്ധമായി ഭക്ഷണം നൽകുന്ന യുഗത്തെ മുൻകൂട്ടി കാണിക്കുകയും ചെയ്യുന്നു. അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം സുവിശേഷങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. 4 സുവിശേഷകന്മാരും ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. കൂടാതെ ഈ സംഭവത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഷ്യം, 4000 പേരെ ഊട്ടുന്ന സംഭവം 2 സുവിശേഷകന്മാർ വിവരിക്കുന്നു. അങ്ങനെ 6 വ്യാഖ്യാനങ്ങൾ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ചരിത്ര പുരുഷനായ യേശുവിനെയാണ് ഈ സംഭവം വരച്ചു കാട്ടുന്നത്. യേശുവിന് ജനത്തോട് കരുണ തോന്നുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് യേശു തന്നെയാണ് ആവശ്യപ്പെടുന്നത്. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളോട് പ്രതികരിക്കുന്ന കരുണ നിറഞ്ഞ ഒരു മനുഷ്യനായി യേശു ചിത്രീകരിക്കപ്പെടുന്നു. ഏതൊരു മനുഷ്യൻ്റെയും അടിസ്ഥാന ആവശ്യമായ ഭക്ഷണം
വിശക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം വിലയേറിയതാണെന്ന് യേശു മനസ്സിലാക്കുന്നു. മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ അത്യന്താപേക്ഷിതമായ ഭക്ഷണമെന്ന ആവശ്യത്തിന് നേരെ മനുഷ്യത്വപരമായ ഒരു സമീപനം യേശു സ്വീകരിക്കുന്നു. യേശുവിൻ്റെ ജനനവും മരണവും ഉത്ഥാനവും മാനവരാശിയോടുള്ള ദൈവത്തിൻ്റെ കരുണയുടെ മുഖം തന്നെയാണ്. കാരണം യേശു അധ്വാനിക്കുന്നവരുടെയും ഭാരം വഹിക്കുന്നവരുടെയും എല്ലാ രോഗികളുടെയും രക്ഷകനാണ്. ഈ അത്ഭുതം ദിവ്യബലിയുടെ സൂചകവുമാണ്. വിശക്കുന്ന ജനമധ്യത്തിൽ നിന്നുകൊണ്ട് യേശു ലഭ്യമായ അപ്പം കൈകളിലെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ഈ പ്രക്രിയ ഇതിൻ്റെ എല്ലാ അർത്ഥത്തിലും ദിവ്യബലിയിൽ ഉൾച്ചേർന്നിരിക്കുന്നു. ആശീർവദിച്ച് മുറിച്ച് നൽകി എന്ന പ്രയോഗം പെസഹ ആഘോഷവേളയിൽ അന്ത്യ അത്താഴ സമയത്ത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ കൂട്ടായ്മയുടെ അടിസ്ഥാനം ദിവ്യകാരുണ്യമാണ്. ഈ സമൂഹം ദിവ്യകാരുണ്യ സമൂഹമായിട്ടാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. ജനം ഭക്ഷിച്ച് വിശപ്പടക്കിയതിനു ശേഷം മിച്ചം വരുന്ന അപ്പക്കഷ്ണങ്ങൾ ശേഖരിക്കപ്പെടുന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അത് പിന്നീട് ഉപയോഗപ്രദമാക്കുവാൻ വേണ്ടി നീക്കിവയ്ക്കുന്ന ധാർമ്മിക പാഠമല്ല നൽകുന്നത്. അതിലുപരി ഈ അത്ഭുതത്തിൻ്റെ മഹനീയതയാണ് രേഖപ്പെടുത്തുന്നത്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്ത ഇസ്രായേൽ ജനതയ്ക്ക് വിശപ്പടക്കുവാൻ മന്ന നൽകപ്പെട്ട പിൽക്കാലത്തേക്ക് അത് ശേഖരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതത്തിൽ ബാക്കി വന്ന കഷ്ണങ്ങൾ ശേഖരിക്കുന്നതിലൂടെ മനുഷ്യരാശിയിലുള്ള രക്ഷകന്റെ അഥവാ ക്രിസ്തുവിൻ്റെ നിറസാന്നിധ്യം സൂചിപ്പിക്കുന്നു. വിശപ്പനുഭവിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബാക്കി വന്ന കഷ്ണങ്ങൾ സമൃദ്ധിയുടെ അടയാളം കൂടിയാണ്. അപ്രകാരം ഈ അത്ഭുതം രണ്ട് കാര്യങ്ങൾ എടുത്തു കാട്ടുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. ഒന്ന്, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായ വിശപ്പിനോടുള്ള ദൈവത്തിൻ്റെ കരുണ യേശുവിലൂടെ പ്രകടമാകുന്നു. രണ്ട്, യേശു സ്ഥാപിച്ച പരമപ്രധാന കൂദാശയായ ദിവ്യബലിയുടെ ഏറ്റവും ശക്തമായ അടയാളം അപ്പം വർദ്ധിപ്പിക്കൽ അത്ഭുതത്തിലൂടെ വെളിപ്പെടുന്നു. അതിനാൽ ഈ സംഭവത്തെ ഒരു രൂപകമായി നാം ചിത്രീകരിക്കാൻ പാടില്ല. ചിലരെങ്കിലും ഈ സംഭവത്തിന് രൂപക വ്യാഖ്യാനം നൽകാറുണ്ട്. ഉദാഹരണമായി 5 അപ്പം തോറയിലെ 5 പുസ്തകങ്ങളായും 2 മത്സ്യങ്ങൾ 2 ഉടമ്പടിയായും, പഴയ ഉടമ്പടി പുതിയ ഉടമ്പടിയായും വ്യാഖ്യാനിക്കപ്പെടുന്ന രീതി നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലെ രൂപക വ്യാഖ്യാനം ഈ സംഭവത്തിൻ്റെ തനിമയും പ്രാധാന്യവും ചോർത്തിക്കളയുകയാണ്. പ്രിയമുള്ളവരെ, ജനങ്ങൾക്ക് ആഹാരം നൽകാനുള്ള നിർദ്ദേശം ശിഷ്യർക്ക് നൽകുന്നതിൽ യേശുവിൻ്റെ പ്രചോദനം എന്താണ്? കാരണം ലളിതമാണ്. ഇടയനില്ലാത്ത ആടിനെ പോലെ ദരിദ്രരും നിരാശരും ക്ഷീണിതരുമായ ജനക്കൂട്ടത്തോട് യേശുവിന് അനുകമ്പ തോന്നി. വാസ്തവത്തിൽ ജനക്കൂട്ടത്തെ കാണുമ്പോൾ യേശുവിൻ്റെ ഹൃദയം വേദനിച്ചുവെന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഇത് യേശുവിലെ നന്മയെയാണ് എടുത്തു കാട്ടുന്നത്. യേശു ദൈവിക കരുണയായി നിലകൊള്ളുന്നു. അപ്പം വർദ്ധിപ്പിക്കൽ ഒരു ദൈവിക വെളിപാടാണ്. ദൈവം യഥാർത്ഥത്തിൽ നമ്മുടെ പക്ഷം ചേരുന്നുവെന്ന് അത് തെളിയിക്കുന്നു. ദൈവത്തിൻ്റെ ഈ ഇടപെടൽ നമ്മുടെ പ്രതീക്ഷകൾക്ക് അതീതമാണ്. കാരണം യേശു തൃപ്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ശാരീരിക വിശപ്പ് മാത്രമല്ല, അതിലും ഉപരിയായി ദിവ്യകാരുണ്യമായി മാറി നമ്മുടെ ആത്മീയ വിശപ്പും അവിടുന്ന് അകറ്റുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.